ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഒരു 6 സവാള എടുത്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം 3 തക്കാളി, 2 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി എടുത്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ സവാള എടുത്ത് വെച്ച് സ്ലൈസായിട്ട് അരിഞ്ഞു വെക്കേണ്ടതാണ്. എല്ലാ സവാളയും നല്ല തിൻ രൂപത്തിൽ അരിഞ്ഞു വെച്ചതിന് ശേഷം നമ്മൾ തക്കാളി എടുത്ത് സ്ലൈസായിട്ട് അരിഞ്ഞു വെക്കേണ്ടതാണ്. അതിനുശേഷം വെളുത്തുള്ളി അതിൻ്റെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ഇഞ്ചി നല്ലപോലെ വൃത്തിയാക്കി കഴുകി വെക്കേണ്ടതാണ്. അതിനുശേഷം വൃത്തിയാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി നല്ലപോലെ ചതച്ച് എടുത്ത് വെക്കേണ്ടതാണ്. ഈ സമയം നമ്മൾ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതാണ്. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 3 പച്ചമുളക് കട്ട് ചെയ്ത് എടുത്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ 3 പച്ചമുളക് നല്ലപോലെ ചതച്ച് അരച്ച് മാറ്റി വെക്കേണ്ടതാണ്. നമ്മൾ അതിനുശേഷം ഇറച്ചി നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കേണ്ടതാണ്.
കട്ട് ചെയ്ത ഇറച്ചി നല്ലപോലെ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി വെക്കേണ്ടതാണ്. സ്റ്റൗ കത്തിച്ച് നമ്മൾ കുക്കർ വെക്കേണ്ടതാണ്. ഹൈ ഫ്ലെയിമിൽ കത്തിച്ച് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കേണ്ടതാണ്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം തക്കോലം, ഗ്രാമ്പു, പട്ട, ഏലക്ക എടുത്തിടേണ്ടതാണ്. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ഇറച്ചി നമ്മൾ കുക്കറിലോട്ട് ഇടേണ്ടതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇടേണ്ടതാണ്. ആവശ്യത്തിന് ഉപ്പും ഇടേണ്ടതാണ്. അതിനുശേഷം നല്ലപോലെ മസാലയായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെക്കേണ്ടതാണ്. കുക്കർ അടച്ച് വെച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു 6 വിസിൽ അടിക്കുന്നവരെ നമ്മൾ വേവിക്കേണ്ടതാണ്. ആറ് വിസിൽ അടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി 20 മിനിറ്റ് വെക്കേണ്ടതാണ്. ആ സമയം കൊണ്ട് നമ്മൾ വേറെ ഒരു കൂട്ട് തയ്യാറാക്കേണ്ടതാണ്. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഇട്ട് നല്ലപോലെ വഴറ്റേണ്ടതാണ്. ഒന്ന് വഴണ്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ സവാള ആഡ് ചെയ്യേണ്ടതാണ്. സവാള പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ഇടേണ്ടത് നല്ലതാണ്. ഉള്ളി ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ആഡ് ചെയ്യേണ്ടതാണ്. ഉള്ളിയും തക്കാളിയും നല്ലപോലെ വഴറ്റി എടുക്കേണ്ടതാണ്. നല്ലപോലെ വഴറ്റിയതിന് ശേഷം അടച്ച് വെക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഓപ്പൺ ചെയ്ത് നേരത്തെ ചെയ്ത് വെച്ച കൂട്ടിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. ഇറച്ചി നമ്മൾ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ്.
അതിനുശേഷം 10 മിനിറ്റ് നല്ലപോലെ വേവിക്കേണ്ടതാണ്. അടിയിൽ പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വാദിഷ്ടമായ മട്ടൻ കറി തയ്യാറായിരിക്കുകയാണ്. ബെറോട്ടേൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ സെർവ് ചെയ്ത് മട്ടൻ കറി കഴിക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.